ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ അവരുടെ ഹരിതൻ 2026 ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള സാധനം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ായ വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലിങ്കൽ പിതാവ്, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഫാദർ സെബാസ്റ്റ്യൻ തകർപ്പള്ളി, ബഹുമാന്യായ പ്രൊഫസർ കെ വി തോമസ് മാസ്റ്റർ, MLA-മാരായ ശ്രീ TJ വിനോദ്, ശ്രീ ഉമാ തോമസ്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കൾ, വരാപ്പുഴ അതിരൂപത പരിസ്ഥിതി കമ്മീഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഹരിതം 2026 പങ്കെടുക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെല്ലാവരുമായി ആദ്യം പങ്കുവയ്ക്കുന്നു. ഞാൻ വരാപ്പുഴ രൂപതയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ആദ്യത്തെ മുൻഗണനകൾ ഒന്ന്, ഈ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ലോകത്ത് പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ ഉണ്ടാകണം എന്നതാണ്. നമുക്കറിയാം, ഞാനൊരു 10-20 വർഷക്കാലം മുമ്പ് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ ധാരണ, എൻ്റെ തലമുറയിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല, എൻ്റെ മകളുടെ തലമുറയിൽ ഉണ്ടാവില്ല, ഒരു 10-150 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു ദശകത്തിനുള്ളിൽ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുരന്തങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. ഞാൻ കരുതുന്നത് പ്രകൃതിയുടെ ചില മുന്നറിയിപ്പുകളാണ്, ചില സിഗ്നലാണ്. നമ്മൾ മനുഷ്യരോട് നൽകുന്ന, പ്രകൃതി എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമായ ഒന്നാണ്. ദൈവം നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകും. അതുപോലെ പ്രകൃതി നമുക്ക് നൽകുന്ന ചില മുന്നറിയിപ്പുകളാണ് ഇപ്പോഴുണ്ടായ ദുരന്തങ്ങളെല്ലാം എന്ന് ഞാൻ കരുതുന്നു. ആ മുന്നറിയിപ്പുകളെ മനുഷ്യൻ തിരിച്ചറിഞ്ഞ് അതിന്റെ അപകടം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ വീണ്ടും മുഴങ്ങാൻ പോകുന്നത് സിഗ്നലുകളായിരിക്കില്ല, അപകടത്തിന്റെ സൈറണുകളായിരിക്കും. ഇപ്പോൾ തന്നെ അതിന്റെ സൂചനകൾ നമ്മൾ കണ്ടു തുടങ്ങി. ഇന്ന് ലോകം മുഴുവനുള്ള ഒരു വാക്കുണ്ട്, വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കുണ്ട് ലോകത്ത്. യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള സംഘടനകൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നു. വൺ ഹെൽത്ത് എന്നാണ് പറയുന്നത്. വൺ ഹെൽത്ത്, ഒറ്റ ആരോഗ്യം. അതായത് മനുഷ്യനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ചെയ്യും, അല്ലേ? പക്ഷെ മനുഷ്യന് വ്യത്യസ്തമായ ഒരു ആരോഗ്യമില്ല. മനുഷ്യന്റെയും പ്രകൃതിയുടെയും ആരോഗ്യം ഒന്ന് തന്നെയാണ്, രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. പ്രകൃതിയുടെ ആരോഗ്യം തകർന്നാൽ പിന്നെ മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ യാതൊരു കാര്യമില്ല. ഇപ്പോൾ ഒരു കോവിഡ് വന്നു. കോവിഡ് ഉണ്ടാകുന്നത്, ആ വൈറസ് ഉണ്ടാകുന്നത് വവ്വാലുകളിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. എന്നോട് വളരെ പ്രശസ്തനായ ഒരു വൈറസ് വിദഗ്ധൻ പറഞ്ഞത്, ഇനിയും വവ്വാലിൽ ഇതുപോലെ അപകടകാരികളായ 45 വൈറസ് കൂടി കൊണ്ടാണ്. അതാണ് അപകടത്തിന്റെ സൂചനകളാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഓക്കി ദുരന്തം ഉണ്ടായി, അല്ലെ, വെള്ളപ്പൊക്കം ഉണ്ടായി. ഞങ്ങൾ വിനോദനും ഉപാധ്യക്ഷനും അറിയാൻ, ഞങ്ങളുടെ നിയമസഭയിൽ 195 രാജ്യങ്ങളുടെ ഒരു സംഘടനയുണ്ട്, IPCC, ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ആ 195 രാജ്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിപ്പോർട്ട് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യാൻ. അതിന്മേൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ റിപ്പോർട്ട് വിളിക്കുന്നു. ഞങ്ങളെ ഒരുപാട് പേര് കളിയായി. നിയമസഭയിൽ IPCC റിപ്പോർട്ട് കൊണ്ടുവരുന്നു. ഞങ്ങളത് കൊണ്ടുവരാൻ കാരണം, ആ IPCC റിപ്പോർട്ടിലും നാസ അനാലിസിസിലും കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെയുള്ള തീരമാണ് ഏറ്റവും അപകടമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പത്തിൽ, ഞങ്ങളുടെയെല്ലാം ചെറുപ്പത്തിൽ, കുട്ടികൾക്കറിയില്ല, മുതിർന്നവർക്കറിയാം, എവിടെയാണ് ദുരന്തങ്ങൾ ഉണ്ടായിരുന്നത്? ബംഗാളിൽ, ആസാമിൽ, ഒറീസയിൽ വലിയ ദുരന്തങ്ങളുണ്ടാവും. വലിയ സൈക്ലോൺ ഉണ്ടാവും, ചുഴലിക്കൊടുങ്കാറ്റുണ്ടാകും, കടൽക്ഷോഭം ഉണ്ടാകും. ഇതിന്റെ ആളുകൾ 1978 ഒറീസയിലുണ്ടായ ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 1.5 ലക്ഷമാണ്. അതൊന്നും ആയിരിക്കില്ല, മനുഷ്യർക്കൊന്നും കണക്കില്ല. അന്ന് മരിച്ചവരുടെ 5 ലക്ഷം പേരെങ്കിലും മരിച്ചതാണ്.
അന്ന് ആളുകൾ അവിടെ നിന്ന് ഭൂരഹിതരായി വീടുകളെല്ലാം നഷ്ടപ്പെട്ട് ഭിക്ഷാന്തഹികളെ പോലെ ഇങ്ങോട്ടെല്ലാം വരും. നമ്മുടെ ചെറുപ്പത്തിൽ അവര് ടെന്റ് കെട്ടി താമസിക്കും. എന്നിട്ട് വീടുകളിൽ ഭിക്ഷാടനത്തിന് വരുന്ന കാഴ്ച ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അത് ബേ ഓഫ് ബംഗാൾ ഉൾക്കടലെന്ന് അപകടത്തിലായിരുന്നു. ഇനി അറബിക്കടലാണെന്നാണ് പറയുന്നത്. അറബിക്കടലാണ് പ്രക്ഷുബ്ധമാകാൻ പോകുന്നത്. അറബിക്കടൽ പൊതുവെ ശാന്തമായിരുന്നു നേരത്തെ. ആ അറബിക്കടലിൽ ഇനി നിന്ന് അതിതീവ്ര മഴയുണ്ടാകാം, മേഘസ്ഫോടനം ഉണ്ടാകാം. ഇപ്പൊ ഈ മൺസൂൺ കാലത്തിന് മുമ്പ് ഞാൻ ജില്ലാ കളക്ടർമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം വിളിച്ചു ചേർത്തു, മുൻകൂർ തയ്യാറെടുപ്പെടുക. അപ്പൊ ഞാൻ കാലാവസ്ഥാ വിദഗ്ധരോട് ചോദിച്ചു, ഈ ക്ലൗഡ് ബേഴ്സ് എന്ന് പറയുന്ന മേഘസ്ഫോടനം ഉണ്ടാകുന്നത് നേരത്തെ അറിയാൻ കഴിഞ്ഞ് ആ പ്രദേശത്ത് നിന്ന് നമ്മൾ ആളുകളെ ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അവര് പറഞ്ഞ മറുപടി, ഈ മേഘസ്ഫോടനത്തിന്റെ സാധ്യതകൾ റഡാറിൽ കാണാം, പക്ഷെ കണ്ട് ഇത് ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള സമയം കിട്ടില്ല. അതിനു മുമ്പ് ഇതുണ്ടാവും. എവിടെ വേണമെങ്കിലും കുറയുകയാണ്. കടലിലെ മത്സ്യസമ്പത്ത് കുറയുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനകളാണ്. എന്താ പറയുന്നത്? വെള്ളം മുഴുവൻ കരയിലേക്ക് കയറി, ഈ ഉപ്പുവെള്ളം മുഴുവൻ കരയിലേക്ക് കയറി, ധാന്യങ്ങൾ മുഴുവൻ ഇല്ലാതെ പതിനോടുകൾ. ഇപ്പൊ പല സർവകലാശാലകളിലും ഉപ്പുവെള്ളത്തിൽ വളരുന്ന ധാന്യ ചെടികളെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്ര രൂക്ഷമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരന്തങ്ങൾ. അപ്പൊ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. മരങ്ങൾ ഉൾപ്പെടെ, വൃക്ഷങ്ങൾ ഉൾപ്പെടെ പ്രകൃതിക്ക് ഒരു ചെയ്യുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്ക് ജീവിക്കാനുള്ള ഹാബിറ്റാറ്റുണ്ട്, മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഇടമുണ്ട്. കടലിനടിയിൽ എത്ര വലിയ ജീവജാലമാണ്, എത്ര വലിയ ബയോഡൈവേഴ്സിറ്റിയാണ്, എത്ര വലിയ ജൈവ വൈവിധ്യമാണ് കടലിനടിയിലുള്ളത്. നമ്മൾ അത്ഭുതപ്പെട്ടു, വിസ്മയിച്ചു പോകും ദൈവത്തിന്റെ ക്രിയേഷൻ, സൃഷ്ടികളുടെ. അപ്പൊ ഇതിനെ കുറിച്ചുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ആ വിഭവം ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കാർബൺ എമിഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്രകൃതിക്ക് ദോഷകരമായി മാറും. ഈ ചൂട് വർദ്ധിക്കുന്നതും കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിനുമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇപ്പൊ ലോകരാജ്യങ്ങളിൽ രക്തസമ്മേളനം കൂടിയാൽ എല്ലാ ലോകരാജ്യങ്ങളുടെയും തലവന്മാർ അവിടെ ഒത്തുചേരും. 1972 സ്റ്റോക്ക്ഹോമിൽ ഒരു രക്തസമ്മേളനം നടന്നു. അന്ന് അവിടെ പോയ വിരലിലെല്ലാവുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധിയുടെ വിഖ്യാതമായ സ്റ്റോക്ക്ഹോം പ്രസംഗം കേട്ടത്. നമുക്ക് അവിശ്വസനീയമാണ്. ഇത്ര മുൻകൂട്ടി ഈ പ്രകൃതിയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി. സ്റ്റോക്ക്ഹോം പ്രസംഗം ഇന്ന് നമുക്ക് നോക്കുമ്പോൾ അത്ഭുതം ഉണ്ടാക്കുന്ന പ്രസംഗമാണ് 1972 നടത്തിയത്. അപ്പൊ മുൻകൂട്ടി ഇതെല്ലാം നമുക്ക് കാണാൻ നമുക്ക് കഴിയണം. ഇതിന്റെ അപകടത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുകളെ സംരക്ഷിക്കാൻ, നമ്മുടെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഉള്ള തയ്യാറെടുപ്പുകളാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരന്തം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് തീരപ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർക്കാണ്. ഇപ്പോൾ ആ ദുരന്തം കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സ്ക്വയർ മീറ്ററാണ് കടൽ കയറിയത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ? അതിന്റെ കണക്കെടുത്താൽ നമ്മൾ ഞെട്ടിപ്പോ. കടൽ കയറിയോ? ഈ പ്രാവശ്യം ഞാൻ വിരിഞ്ഞത് കടൽ കയറിയ സ്ഥലത്ത് ഒരു സ്കൂളിൽ കുട്ടികളുള്ള സ്ഥലത്ത് പോയി, ഈ പുനരധിവസിപ്പിച്ച സ്കൂൾ. അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്ത് കടൽ കയറിയ സ്ഥലമാണ്. അവർ വീട് നിൽക്കുന്നത് നമ്മുടെ മനസ്സ് പറയാത്ത അടുത്ത മനസ്സിൽ ആ വീട് ഉണ്ടാവില്ല. തീരപ്രദേശത്ത് നിൽക്കുന്ന പല വീടുകൾ ഇല്ലാതാവുകയാണ്, കയറുകയാണ്, കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രതിഭാസമാണ്. അതിനെ നേരിടാൻ ലോക ആഗോളാടിസ്ഥാനത്തിലും രാജ്യാടിസ്ഥാനത്തിലും നമ്മുടെ സ്റ്റേറ്റിൻ്റെതായ നടപടികൾ വേണം. നമ്മൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് 2050 കാർബൺ മുക്തമാക്കും കേരളം. ദേശീയതലത്തിൽ പറഞ്ഞിരിക്കുന്ന 2070 കാർബൺ എമിഷൻ ഉണ്ടാകാൻ പാടില്ല, ചൂട് കുറയണം. ഈ ഓസോൺ ലെയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകാൻ, ആ ഓസോൺ ലെയറാണ് ഈ സൂര്യപ്രകാശത്തിന്റെ ശക്തിയെ തടുത്തു നിർത്തുന്നത്. സൂര്യൻ കത്തിച്ചൊലിച്ച് നിൽക്കുന്ന സൂര്യന്റെ ചൂടുള്ള ഭൂമിയിലേക്കുള്ള ഭൂമി കഴിഞ്ഞു പോകും ഇല്ലേ?
ആ സൂര്യന്റെ ചൂട് തടസ്സം നിർത്തുന്ന ഓസോൺ പാളികളുണ്ട്. ഈ പറയുന്ന പ്രശ്നങ്ങൾ, ഈ കാർബൺ എമിഷനും ഇതെല്ലാം കൂടിയാൽ ആ ഓസോൺ പാളികളിൽ വിള്ളൽ വീഴുന്നതാണ്. ആ ഓസോൺ പാളികളിൽ വിള്ളൽ വീഴാൻ ആ ചൂട് ഭൂമിയിലേക്ക് വരും. മഞ്ഞുമലകൾ ഉരുകും. ആ മഞ്ഞുമലകൾ ഉരുകി കടലിലേക്ക് വെള്ളം വന്നു. കടലിലെ വെള്ളം പൊങ്ങി. അതാണ് ദുരന്തത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവരും വ്യക്തി എന്നുള്ള നിലയിൽ, കുടുംബം എന്നുള്ള നിലയിൽ, സമൂഹം എന്നുള്ള നിലയിൽ അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അത് ആധുനികമായ സങ്കേതങ്ങളെയും പ്രാചീനമായ സങ്കേതങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളുടെ ആരോഗ്യമാണ്, നമ്മുടെ ജീവനാണ്, നമ്മുടെ എല്ലാമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ പരിസ്ഥിതിയുടെ, ഈ ഹരിതാപമായ നമ്മുടെ പ്രകൃതിയെ കാത്തു സംരക്ഷിക്കേണ്ടതിന്റെ ഒരു വലിയ സന്ദേശമാണ് ഈ ഹരിതം 2026 നൽകുന്നത്. തീർച്ചയായും അതെല്ലാവരും, നമ്മുടെ കുഞ്ഞുങ്ങളിൽ എല്ലാവരും എത്തിക്കാൻ കഴിഞ്ഞ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ, ഈ ദുരന്തങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ, വരാനിരിക്കുന്ന തലമുറകളെ രക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുമ്പോൾ അതിനുവേണ്ടി ഈ നമ്മുടെ വരാനുള്ള അതിനുള്ള കൂടെ ഉണ്ടാകും എന്നത് ഏറ്റവും സന്തോഷകരമാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി